അപ്പോൾ നമുക്കിനി തെളിയിക്കാനുള്ളത് എന്താ തെളിയിക്കാനുള്ളത്? എവ്രി പാത്ത് കണക്റ്റഡ് സ്പേസ് കണക്റ്റഡ് ആണ് എന്നാണ് തെളിയിക്കാനുള്ളത്. അപ്പോൾ ഏതൊരു പാത്ത് കണക്റ്റഡ് സ്പേസും എന്താണ് തെളിയിക്കണം? കണക്റ്റഡ് ആണ് എന്ന് തെളിയിക്കണം. സപ്പോസ് അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു പാത്ത് കണക്റ്റഡ് സ്പേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പാത്ത് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. എക്സ് എന്ന് പറഞ്ഞ പാത്ത് കണക്റ്റഡ് ആണ് എന്ന് എടുത്തു. നമുക്ക് രണ്ട് കേസാണ്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എം ടി ആണ് എന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നത് എം ടി ആണ് എന്നുണ്ടെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഇറ്റ് സെൽഫ് അതെന്തായി? കണക്റ്റഡ് ആയിട്ട് മാറിയില്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസ് എന്താ എടുക്കേണ്ടത്? സപ്പോസ് എക്സ് എന്തല്ല? എം ടി അല്ല എന്ന് എടുക്കണം. ഇവിടെ ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പ്രൂഫിലേക്ക് എത്തിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഐ എം ഫിക്സിങ് സം പോയിന്റ്. ഫിക്സ് എ പോയിന്റ് എക്സ് നോട്ട് ഞാൻ എക്സിൽ എന്ത് ചെയ്യാണ്? ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ബൈ ഡെഫിനിഷൻ എനിക്ക് എന്താ പറയാൻ സാധിക്കുക? ബൈ ഡെഫിനിഷൻ ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു എക്സ്, ഒരു എക്സ് നോട്ട് ഓൾറെഡി ഞാനിവിടെ എക്സിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ എന്തുണ്ട് എന്നാ പറയണേ? വി ഹാവ് എ പാത്ത് അല്ലേ? നമുക്ക് അവിടെ എന്തുണ്ടാവണം? ഒരു പാത്ത് ഉണ്ടാവണം. എങ്ങനെയാണ്? ഞാൻ ആ പാത്തിനെ ആൽഫ എക്സ് എന്ന് വിളിക്കുകയാണ്. ഇൻ എക്സ് സച്ച് ദാറ്റ് അതെന്തായിരിക്കും? കണ്ടീഷൻ എന്തായിരുന്നു? ആൽഫ എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എക്സ് നോട്ട് ആവുകയും ആൽഫ എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് എക്സ് ആവുകയും ചെയ്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ഈ ആൽഫ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരം ആൽഫ എന്ന് പറയുന്ന ആൾ എങ്ങനത്തെ സ്വഭാവക്കാരനായിരുന്നു? ആൽഫ എക്സ് എന്ന് പറയുന്നത് 0-1 നിന്ന് എക്സിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷനാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതാണ് ഞാനത് വീണ്ടും എന്ത് ചെയ്യാഞ്ഞത്? പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? എക്സ് നോട്ടിൽ നിന്ന് എക്സിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാത്താണ് ആര് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും? ഈ ആൽഫ എക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഞാൻ ഒരു സി എക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ എടുക്കുകയാണ്. സി എക്സ് എന്ന് പറയുന്നത് ഈ പാത്തിൻ്റെ റേഞ്ചാണ് അല്ലെങ്കിൽ ഇമേജാണ്. ആരുടെ? ഇമേജ് അല്ലെങ്കിൽ റേഞ്ചാണ് ആരുടെ? ഈ പാത്തിൻ്റെ എന്ന് വിചാരിക്കുക. ആര്? ഈ സി എക്സ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്തൊക്കെയാ? അപ്പോൾ നമ്മൾ പറഞ്ഞു 0-1 നിന്ന് എക്സിലേക്കുള്ള ഒരു പാത്താണ് ആര് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞതല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമുക്കറിയാവുന്ന കാര്യമാണ് ഈ 0-1 എന്ന് പറയുന്ന ആളെന്താ? കണക്റ്റഡ് ആണ്. 0 കണക്റ്റഡ് അല്ലേ? ആൻഡ് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ആൽഫ എക്സ് എന്ന് പറയുന്ന പാത്ത് എന്തുമാണ്? കണ്ടിന്യൂസുമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സി എക്സ് എന്ന് പറയുന്ന ആളുടെ സ്വഭാവം എന്തായിരിക്കണം? സി എക്സ് എന്ന് പറയുന്നത് ആ ഇമേജ്, ആ പാത്തിൻ്റെ റേഞ്ച്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഈ സി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി കണക്റ്റഡ് ആയിരിക്കണ്ടേ? ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇവിടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഇതിനേക്ക് അങ്ങോട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാരെ കമ്പൈൻ ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കണക്റ്റഡ് ആണ് എന്നുള്ളതിലേക്ക് എത്തിക്കണ്ടേ? അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ് നമ്മൾ ഈ ആ എൻറ്റയർ സ്പേസിനെ. അപ്പോൾ ഇവിടെ ചിന്തിക്കണത് എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇതാ എൻ്റെ മൊത്തം എൻ്റെ ഈ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് എൻ്റെ എക്സ് എന്ന് വരുന്ന സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് എൻ്റെ എക്സ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഞാൻ എക്സ് നോട്ടിൽ നിന്ന് എക്സിലേക്ക് ജസ്റ്റ് ഒരു പാത്ത് കൺസിഡർ ചെയ്തു. ഇനി വേറൊരു വൈ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ എക്സ് നോട്ടിൽ നിന്ന് വൈയിലേക്ക് ഒരു ഒരു പാത്ത് ഉണ്ട് എന്ന് പറയാം. ഈ വേറൊരു പോയിന്റ് സെഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. എക്സ് നോട്ടിൽ നിന്ന് സെഡിലേക്ക് ഒരു പാത്ത് എനിക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഈ എക്സ് എന്ന് പറയുന്ന എൻറ്റയർ സ്പേസിനെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോരോ എക്സ് നോട്ടിൽ നിന്ന് എക്സിലേക്ക് അല്ലെങ്കിൽ എക്സുകളിലേക്ക് കണക്റ്റ് ചെയ്യുന്ന പാത്തുകളുടെ ഇമേജുകളുടെ യൂണിയനായിട്ട് എനിക്ക് എഴുതാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായല്ലോ ഇതിൽ നിന്നും അല്ലേ? എന്ന് വെച്ചാൽ എന്താ അവിടെ പറയണത്? ദ എൻറ്റയർ സ്പേസ്, ആ എൻറ്റയർ സ്പേസ് എക്സ് എന്ന് പറയുന്നതിന് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്ന പറയണത്? യൂണിയൻ ഓഫ് ദീസ് പാത്ത് ഇമേജസ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നതിന് എനിക്ക് യൂണിയൻ ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സ് സി എക്സ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അല്ലേ? അപ്പോൾ എക്സ് നോട്ട് ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഓരോരോ ഇതിപ്പോൾ സി എക്സ്, ഇത് സി വൈ, ഇത് സി സെഡ് എന്ന് പറയുന്ന തരത്തിലാണല്ലോ വരിക. അപ്പോൾ ഈ ഓരോരോ സി എക്സുകളും ഇപ്പോൾ സി എക്സ് 1, സി എക്സ് 2, സി എക്സ് 3 എന്ന് പറയുന്നതിൽ ആരുണ്ട് എന്ന് നമുക്കറിയാം. എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് കോമൺ ആയിട്ടുണ്ട് അല്ലേ? ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാനായിട്ട് സാധിക്കുക? എവ്രി സിംഗിൾ വൺ ഓഫ് ദീസ് connected sets Cx contains the same point. ഏതാ പോയിന്റ്? എക്സ് നോട്ട്. എന്ന് വെച്ചാൽ ഏതൊരു എക്സും വൈയും ഞാൻ എക്സിൽ നിന്നെടുത്താലും എക്സ് നോട്ട് എന്ന് പറയുന്നത് സി എക്സ് ഇൻ്റർസെക്ഷൻ സി വൈയിലുണ്ടാവും. ആൻഡ് സി എക്സ് ഈ സി വൈ എന്ന് പറയുന്ന ആൾക്കാർ എന്തല്ല? മ്യൂച്വലി സെപ്പറേറ്റഡ് അല്ല അല്ലേ? ഇപ്പം ഇതാണ് എൻ്റെ എന്ത്? സി എക്സ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ എന്ത്? സി വൈ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ എന്ത്? സി സെഡ് എന്നുള്ളത് വിചാരിക്കുക. അപ്പോൾ സി എക്സും സി വൈയും എന്തല്ല? മ്യൂച്വലി സെപ്പറേറ്റഡ് അല്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? മ്യൂച്വലി സെപ്പറേറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സോ എക്സിൻ്റെ സ്വഭാവം എന്തായി? കണക്റ്റഡായി. എക്സ് എന്ന് പറയണത് കണക്റ്റഡായി. ഇനി ഒരു ചോദ്യം കൂടെ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ കൺവേഴ്സും കൂടെ ചിന്തിച്ചാൽ, അപ്പോൾ ഇവിടെ നമ്മൾ തെളിയിച്ചത് എല്ലാ പാത്ത് കണക്റ്റഡ് സ്പേസും കണക്റ്റഡ് ആണ് എന്നാണ് അല്ലേ? അപ്പോൾ എല്ലാ കണക്റ്റഡ് സ്പേസും പാത്ത് കണക്റ്റഡ് ആവുമോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അവർ പറയണത് എല്ലാ കണക്റ്റഡ് സ്പേസുകളും എന്താവില്ല? പാത്ത് കണക്റ്റഡ് ആവില്ല എന്നാണ് പറയണത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ആളാണ് ടോപ്പോളജിസ്റ്റ് സൈൻ കേവ് എന്നവിടെ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ടോപ്പോളജിസ്റ്റ് സൈൻ കേവ് എന്ന് പറയുന്നതിന് രണ്ട് ഭാഗമുള്ളത്. രണ്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പാർട്ടായിട്ടാണ് R2 നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എക്സ് കോമ സൈൻ 1/x ഫോർ എക്സ് ബിലോങ്സ് ടു 0, 1ഉം പിന്നെ the curve which oscillates between y is equal to 1, y is equal to -1. ഈ രണ്ട് കേസും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ ഒന്ന് ആ ഒരു വേർട്ടിക്കൽ ലൈൻ സെഗ്മെൻറ്റ് കൂടെ കൺസിഡർ. ടോപ്പോളജിസ്റ്റിൻ്റെ സൈൻ കേവ് എന്ന് പറയുന്ന ആൾ ഇയാളാണ് കേട്ടോ. ഒരു മിനിറ്റ്. നമ്മുടെ ടോപ്പോളജിസ്റ്റ് സൈൻ കേവ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇയാളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു വെർട്ടിക്കൽ ലൈൻ സെഗ്മെൻറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സെറ്റ് 0 ക്രോസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1. ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഓക്സിലേഷൻസ് ഉണ്ട്, ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈമിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇയാൾ ഒരു കൗണ്ടർ എക്സാമ്പിളാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇയാൾ എന്ന് പറയണത് എന്താണ്? കണക്റ്റഡ് ആണ്, പക്ഷെ എന്തല്ല? പാത്ത് കണക്റ്റഡ് അല്ല എന്നുള്ളതിന് ഏറ്റവും പറയുന്ന എക്സാമ്പിളാണ്. ഇത് ഏതോ ഒരു വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് കോമ സൈൻ 1/x എക്സ് ബിലോങ്സ് ടു 0, 1 എന്ന് പറയുന്നത്
പാത്ത് കണക്റ്റഡ് ആണോ, എക്സ്പ്ലെയിൻ, ജസ്റ്റിഫൈ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇയാൾ എന്താണ്, കണക്റ്റഡ് ആണ്, പക്ഷെ എന്തല്ല, പാത്ത് കണക്റ്റഡ് അല്ല, കൗണ്ടർ എക്സാമ്പിൾ ആണ് എന്ന് ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഇനി ബാക്കി ക്ലാസ്സിൽ നമുക്ക് ബാക്കി കേൾക്കാം. താങ്ക് യു.